പണമില്ലെന്നും സമയമില്ലെന്നുമെല്ലാം പറഞ്ഞ് യാത്രകൾ മാറ്റിവെക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സലാമിനെ കുറിച്ചറിയണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ സലാം കണ്ടു തീർത്തത് 13ഓളം രാജ്യങ്ങളും 8 ദ്വീപുകളുമാണ്. യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുബായിൽ ഏകദേശം ഇപ്പോൾ ദുബായിൽ മാത്രം ഏകദേശം ഒരു 21 വർഷത്തോളമായി. ദുബായിൽ മാത്രം 3 വർഷം കുവൈറ്റിലായിരുന്നു. പക്ഷേ എൻ്റെ യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ദുബായിൻ്റെ എക്സ്പോ, അത് ഇനി ഒരു രക്ഷയില്ല. നമ്മളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നമ്മുടെ ദുബായ് ഗവൺമെൻറ് കൊടുന്നൊരു എക്സ്പോ ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര ലൈഫിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. രാത്രി ജോലി കഴിഞ്ഞിട്ട് എക്സ്പോ പോയിട്ട് പവലിയനും കയറും, പവലിയൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയും. അതുകൂടാതെ ഓരോ രാജ്യങ്ങളെപ്പറ്റി ചോദിച്ചറിയാം. ഒരുപാട് നല്ല രാജ്യങ്ങൾ വേറെ ഉണ്ട്, നമുക്ക് യാത്രയിലൂടെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയതാണ് ഞാൻ എക്സ്പോ പാസ്പോർട്ടിൽ ഏകദേശം മൊത്തം പവലിയൻ്റെ 18 ദിവസം കൊണ്ട് കറങ്ങിയ ഒരു വ്യക്തിയാണ്. ഒരു 200 രാജ്യങ്ങളും കുറേ അതർ പവലിയനുകളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ കയറിയപ്പോൾ എനിക്ക് തോന്നിയതാണ്, നമുക്ക് എന്തുകൊണ്ട് ഈ സ്റ്റാമ്പ് ചെയ്ത രാജ്യത്തിലേക്ക് നമുക്കൊന്ന് നീങ്ങിക്കൂടാ എന്തൊരു തോന്നലിൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ ഇന്നിതാ GCC കൺട്രി മൊത്തം ഞാൻ ഡ്രൈവ് ചെയ്ത്. ഇപ്പോൾ ലേറ്റസ്റ്റ് പോയി വന്നത് ഇപ്പോൾ സീഷെല്ലിലാണ്. സീഷെല്ലിൽ ഞാൻ കുറച്ച് ഐലൻഡുകളൊക്കെ സന്ദർശിച്ച്. അതിൻ്റെ മുമ്പ് തൻസാനിയ, കെനിയ, ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ഒരുപാട് ഐലൻഡുകളിൽ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 10-14 രാജ്യങ്ങൾ, ഒരു 7 ഐലൻഡിലൊക്കെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയാണ്. 2002 സലാം പ്രവാസിയായത്. സ്ഥലം സൗദി ഇറാഖ് ബോർഡർ. ജോലി ആടുമേക്കൽ. 35 കുവൈറ്റി ദിനാറായിരുന്നു അന്ന് ശമ്പളം, അതായത് ഏകദേശം 5000 ഇന്ത്യൻ രൂപ. കുവൈത്തിലേക്ക് തന്നെ പ്രവാസ ലോകത്ത് എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ലൈഫിൽ ഓരോ ആളുകൾ ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് അത്യാവശ്യം സമ്പാദിച്ചിരിക്കുന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ കുട്ടിപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞ് ഞാൻ VHSC കഴിഞ്ഞ് പിന്നെ ഞാൻ മദ്രാസിലോട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ മുട്ടിട്ടത് ഒന്ന് ഗൾഫിലേക്ക് പോയാലൊന്ന്. അങ്ങനെ ഞാൻ പല ആളുകളോട് വിസൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് പേഴ്സണലായിട്ട്. അന്ന് പാസ്പോർട്ട് കയ്യിൽ എടുത്തിട്ടില്ല. എന്നാലും ചോദിച്ചാൽ ഞാൻ പറയും നാട്ടിൽ തന്നെ നിന്നോ, ഗൾഫിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഗൾഫ് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നും ഞാൻ 14 വർഷമായിട്ട് കേൾക്കുന്ന അതേ ഡയലോഗാണ്, ഗൾഫ് കഴിഞ്ഞിട്ടാ നാട്ടിൽ തന്നെ പണി വല്ലതും നോക്കുന്നത്. അത് ആളുകൾക്ക് അങ്ങനെ ഒരു ഇതാണ്. എന്താ വെച്ചാൽ നമ്മൾ വിസ ചോദിച്ച് ആക്കി കഴിഞ്ഞാൽ എന്നോട് അങ്ങനെ പലരും പറയുന്നുണ്ട്. ഇന്ന് പക്ഷേ അവരുടെ മുമ്പിലൊക്കെ നമ്മൾ തലവും ഉയർത്തി നടക്കാനുള്ള ഇതൊക്കെ എനിക്ക് ഇന്ന് കിട്ടിയാണ്. പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയ ജോലി തന്നെയാണ്. പലരും പറയും ഗൾഫിൽ പോയി പെട്ടെന്നുള്ളത്. എനിക്ക് എൻ്റെ ജോലിക്ക് വിസ ശരിയാക്കി തന്ന എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്നോട് പറഞ്ഞത് എൻ്റെ ജോലികളൊക്കെ എടുക്കാണ്ടാവുന്നു. ഞാൻ പറഞ്ഞാൽ ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല, ഇവിടുന്ന് ആയിട്ട് കഴിച്ചിലാക്കിയിട്ടുണ്ട്, ബാക്കിയൊക്കെ എൻ്റെ നാവും എൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഇവിടെ എത്തിക്കോളാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇജ്ജ് കയറി ധൈര്യമായിട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അറബിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പോകുന്നത്. ഞാൻ പോയി കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ദിവസം എന്നെ കൊണ്ടുപോയി സ്പോൺസറുടെ വീട്ടിൽ നിന്നാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ ജോലി ഇറാഖിൻ്റെ ബോർഡറിൽ അബ്ദലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എന്താ പറയുക, ജാഹൂർ എന്ന് പറയും, നമ്മളിവിടെയൊക്കെ എന്താ മസറ എന്നൊക്കെ പറയും, അതേമാതിരി സ്ഥലത്താണ്. എന്താ ജോലി എന്ന് വെച്ചാൽ എന്നാന്ന് ഞാൻ പോരുന്നു.